ആഘോഷങ്ങൾക്ക് വിജയമാണ് ഇന്ന് 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് JNUവിൽ ഒരു വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ഉപാധ്യക്ഷയായി മലയാളി വിജയിച്ച് കയറുന്നത്. അതും മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് തൃശ്ശൂർക്കാരി ഗോപിക ബാബുവിൻ്റെ വിജയം. 1300-ലധികമാണ് ഭൂരിപക്ഷം. അതുമാത്രമല്ല, ഒരിക്കൽ കൂടി വീണ്ടും JNU ചുവന്ന കോട്ടയാകുന്നു. സെൻട്രൽ പാനലിലേക്കുള്ള 4 സ്ഥാനങ്ങളിലേക്കും ഇടത് സഖ്യത്തിന്റെ സ്ഥാനാർത്ഥികൾ തന്നെയാണ് വിജയിച്ചു കയറിയത്. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി എല്ലാം നല്ല മാർജിനിൽ തന്നെ നല്ലൊരു ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറാൻ വീണ്ടും ഇടത് സഖ്യത്തിന് സാധിച്ചു എന്നുള്ള കാര്യം തന്നെയാണ് പറയാൻ സാധിക്കുക. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് അവസാന ഘട്ടം വരെ ഒരു നെക്ക് ടു നെക്ക് ഫൈറ്റായിരുന്നു ABVP-യുമായി 2ാം സ്ഥാനത്ത്. എന്നാൽ അവസാന ഘട്ടത്തിലേക്ക് കയറുമ്പോഴാണ് വീണ്ടും ഇടത് സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി മടങ്ങി വിജയത്തിലേക്ക് തന്നെ കുതിച്ചു കയറുന്നൊരു കാഴ്ച കൂടി കാണാൻ സാധിച്ചത്. JNUവിനെ സംബന്ധിച്ച് കഴിഞ്ഞ വർഷം ഒരു പോസ്റ്റിൽ മാത്രം ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് വിജയിച്ചു കയറിയത് ABVP ആയിരുന്നു. അന്ന് ഇടത് സഖ്യത്തിൽ SFIക്കും ICക്കും ഇടയിൽ തന്നെ ചില പ്രശ്നങ്ങളുണ്ടായി. ഇത്തവണ ആ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്തുകൊണ്ടാണ് ഒരൊറ്റ സഖ്യമായി ICയും DSFും SFIയും ചേർന്ന് വിജയിക്കുന്നത്. എന്തായാലും മത്സരത്തിൽ ഭാഷയ്ക്കോ സംസ്കാരത്തിനോ അതിൻ്റെയൊക്കെ അതിർവരമ്പുകൾ ഭേദിച്ചുകൊണ്ട് എല്ലാവരും തനിക്ക് വോട്ട് ചെയ്തു എന്നുള്ള കാര്യം തന്നെയാണ് മലയാളിയായ ഗോപികയ്ക്ക് പറയാനുള്ളതും. വളരെയധികം സന്തോഷം. ഈ JNU ക്യാമ്പസിന്റെ ഒരു ഡൈവേഴ്സിറ്റി തന്നെയാണ് കാണിക്കുന്നത്. ഞാൻ കേരളത്തിൽ നിന്ന് വരുന്ന ഇംഗ്ലീഷും മലയാളവും സംസാരിക്കുന്ന സ്പീച്ച് പോലും ഹിന്ദിയിൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇംഗ്ലീഷിൽ തന്നെയാണ് പറഞ്ഞത്. എന്നിട്ടും എന്റെ ആക്ടിവിസത്തിനെ തിരിച്ചറിഞ്ഞു, SFI മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തെ തിരിച്ചറിഞ്ഞു നമുക്ക് ഏറ്റവും ഒരു ഹിസ്റ്റോറിക് മാർജിനിൽ തന്നെ ജയിക്കാൻ പറ്റിയത് വളരെയധികം സന്തോഷം. അടിസ്ഥാന സൗകര്യങ്ങളിലും സുരക്ഷയിലും മാത്രമല്ല ഫണ്ട് വിനിയോഗവും കൃത്യമായി തന്നെ JNUവിൽ നടത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് മുൻഗണന നൽകുമെന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ സെൻട്രൽ പാനലിലേക്ക് വിജയിച്ച് കയറിയിട്ടുള്ള വിദ്യാർത്ഥികൾ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. JNUവിൽ നിന്ന് സ്റ്റീഫൻ മാത്യുവിനൊപ്പം അർജുൻ പിതാംബരൻ, മാതൃഭൂമി ന്യൂസ്.